അരിയും മൂഞ്ചി മഴയും മൂഞ്ചി. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യം ചെയ്യുമ്പോ അങ്ങനെയാണ് അല്ലേ? ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അതിനെ എങ്ങനെ നേരിടണമെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് അണ്ണൻ പറഞ്ഞാണ് കറക്റ്റ്. ചേച്ചി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പോയ പൈസ എന്തായാലും തിരിച്ചു വരത്തില്ല. ഉള്ളതാണ്. കാശ് കൊണ്ടുപോയ ഒരു കള്ളൻ, അത് അന്വേഷിക്കാൻ വന്നാൽ വേറൊരു കള്ളൻ. ആ പൈസ എന്തായാലും കിട്ടൂല ചേച്ചി, കിട്ടൂല. നമുക്കിനി ആ ഓമനൊക്കെ എടുത്ത് പോയി നമ്മൾ ആ സാധനങ്ങൾ വാങ്ങിച്ച് പഴയ പോലെ പണി തുടങ്ങുന്നതിനുള്ള പണികൾ നോക്കാം. എനിക്കറിയില്ല എന്ത് ചെയ്യണം. ഞാൻ അവരോട് സംസാരിച്ചു നോക്കി. അത് കാര്യമില്ല മണി. കാശ് കൊടുക്കാതെ അവർ സാധനം ഒന്നും തരത്തില്ല, ഉറപ്പാ. ഈ ഓമനക്കയുടെ കാര്യം പണിയെടുത്ത് അവിടെ കടം തീർക്കാന്ന് വെച്ചപ്പോ പണിയെടുക്കാൻ സാധനം കൊണ്ട് അവര് പോയി. മരപ്പാഴ തന്നെയല്ലേ അവര്. എന്തായിരുന്നാലും നമ്മളിത് ഇവിടെ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വഴി നമ്മൾ കണ്ടുപിടിക്കും. അതിനുമുമ്പ് എന്തെങ്കിലും ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നമുക്ക് നടത്തിക്കൂടെ? നമുക്ക് കുറച്ചുകൂടെ ദിവസം ചോദിച്ചു നോക്കിക്കൂടെ അവര്? അല്ലേ, നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടാണ് അവരുടെ വീട്ടിലിരിക്കുന്നത്. നമുക്ക് എന്ത് വില കൊടുത്ത് തിരിച്ചെടുത്തേ പറ്റും. ഞങ്ങൾ എന്തായിരുന്നാലും അങ്ങോട്ട് പോകണം. മലിക്ക് വേണം ഞങ്ങളുടെ കൂടെ വരാം. ഞാൻ വരുന്നില്ല മണി, നിങ്ങൾ പോകും. ശരി, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഇത് തന്നെ സ്ഥലത്തെ വീട്. ഒരു കാര്യം ചെയ്യും, വണ്ടി എങ്ങോട്ടെല്ലാം പാർക്ക് ചെയ്തു. ഇതെന്തോ തന്നെ സാധാരണക്കാരൻ്റെ കംപ്ലീറ്റ് സാധനം ചെക്ക് ചെയ്തുകൊണ്ട് വെച്ചേക്കാണ്. ഏണ നമ്മളെ സാധനം അവിടെ തന്നെ വേണം. ആരാ ആരാ എന്താ ഓമന ആരാ കാണാൻ വന്നിരിക്കുന്നു? എനിക്കറിയില്ല സലൂൺ. എന്നാലും എൻ്റെ അണ്ണ ഈ തള്ള ഇതെന്തോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നു. കാണിക്കുന്നതെല്ലാം ക്രൂരത. ഇതിന്റെ പേര് ഓമന. മണിയാ, മണിക്ക് നമ്മുടെ കാശൊന്നും വേണ്ടല്ല, പിന്നെന്താ ഈ വഴിക്ക്? അതെ, ഞങ്ങള് പറയുന്ന ഒന്ന് ക്ഷമയോട് കൂടി ഒന്ന് കേൾക്കണം. മണി കഥ പറയാൻ വന്നാണ്. മണി കഥ പറയാൻ വന്നേക്കണ്. ആ കസേരയും വലിച്ചിട്. ഞാൻ മണിയുടെ കഥ എന്ന് കേക്കട്ടെ. മണി ഏത് കഥയായി പറയാൻ പോകുന്ന? മണിയുടെ കഥയിലെ നായിക ആരാ? മല്ലിയായിരിക്കും അല്ലേ? നായകൻ പിന്നെ മണിയാണല്ല. നായകൻ മണിയാണേലും അല്ലേലും വില്ലത്തി ഞാനായിരിക്കും അല്ലേ? ചേച്ചി
ചേച്ചി ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് കാശ് തരണം ഞങ്ങളുടെ അവസ്ഥയോ? നിങ്ങൾ ഇങ്ങനെ കാശ് തരാതിരുന്ന ഞങ്ങള് നിങ്ങളുടെ അവസ്ഥയിൽ എത്തൂലേ? എത്തൂലേ? ഇല്ലേ? ഇല്ലേ മണി? എത്തും. എത്തും. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ കളിയാക്കരുത്. അപ്പൊ എന്റെ അവസ്ഥയാ മണി? മണിക്കറിയോ? കൊല്ലം ഒന്നായി അവളെന്റെ അടുത്ത് കാശ് വാങ്ങിക്കൊണ്ട് പോയിട്ട്. മല്ലിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം എനിക്ക് കാശ് തരുന്നുണ്ടല്ലോ. എന്നാ മല്ലിക്ക് മാത്രം എന്തുവാ? ചേച്ചി ആ പൂത്തട്ടി ജോലി ചെയ്യുന്ന മറ്റുള്ള സ്ത്രീകളെ പോലെ അല്ല മല്ലി. ചേച്ചിക്ക് അവളുടെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ. നമുക്ക് ആ കൊച്ചിനെ നോക്കണം, അവളുടെ അമ്മയെ നോക്കണം, പിന്നെ അവളുടെ വീടും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടല്ലേ അവളുടെ ഈ സാധനങ്ങളെല്ലാം ഈ സിറ്റ് ഔട്ടിൽ വന്ന് കിടക്കുന്നത്? ചേച്ചിയുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ മല്ലി കിടന്ന് കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ച് ഞങ്ങളെയൊക്കെ കൂട്ടി ഈ ഉണ്ണിയപ്പ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞങ്ങൾ തുടങ്ങി വെച്ചത്. പക്ഷെ ഒരു മാസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. ഏതോ കള്ളന്മാർ വന്ന കാശ് മൊത്തം കൊണ്ടുപോയി. ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഓർത്ത് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് തിരക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കണമെന്നൊക്കെ ഞാൻ ആലോചിക്കാം. ആദ്യം മണി വന്ന കാര്യം പറ. അയ്യോ അതങ്ങനെയല്ല. ഞങ്ങൾക്ക് ആ ഉണ്ണിയപ്പ ബിസിനസ് അല്ലാതെ പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗം ഒന്നും ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതിന് ഞങ്ങൾക്കിത് വേണം. ഇന്ന് തന്നുവിടും 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 2 ആഴ്ച അപ്പൊ പൈസയില്ല, ഞാൻ പിടിച്ചുകൊണ്ടുവന്ന സാധനവും വേണം. മണിക്ക് അത്ര ഉറപ്പാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വിറ്റ് 2 ആഴ്ച കൊണ്ട് എന്റെ പൈസ കൊണ്ടു തരുമെന്ന്? അത്ര ഉറപ്പാണോ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാ ശരി, കുറച്ചു നേരം എന്റെ സാധനം കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് വാമണി. അവരോട് അത് കൊടുക്കാം. മണി മണി മണിയുടെ കപ്പലണ്ടി ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? അങ്ങേര് വീട്ടിലുണ്ടടി, അതാണ് നിന്നോട് വരാൻ പറഞ്ഞത്. പിന്നെ ഓമനയുടെ കാര്യം എന്തായി? സംഭവം മണിക്കൂടെ സംസാരിക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ എനിക്ക് തോന്നുന്നില്ല. കുറച്ചാളത്തേക്ക് നമ്മൾ പുറത്തേക്ക് വരും. എന്തിനു കല്ലേ നിനക്ക്? എന്താണ് കുഴപ്പം? നമ്മ എന്നും നല്ലൊന്നും കാണാൻ തുടങ്ങിയവരല്ലോ. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാലോ. നീ ഇവിടെ എന്തെല്ലാം മീറ്റിംഗ് നടത്തി? എല്ലാവർക്കും പൈസ കൊടുക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ? പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരെയും വിളിക്കണം, ഒരുമിച്ച് നിൽക്കണം. അതാണ് വേണ്ടത്, അല്ലേടി സന്ധ്യ? അല്ലാതെ പിന്നെ നമുക്കും ചിലതൊക്കെ പറയാനും ചെയ്യാനൊക്കെ പറ്റുമല്ലേ. നീ പണിക്ക് വിളിച്ചപ്പോൾ ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. 10 വർഷമായി കിട്ടുമെന്നും കരുതിയിട്ടല്ല. പക്ഷെ പൈസ മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനൊക്കെ ഉള്ള കഴിവുണ്ടെന്ന് മറ്റുള്ളവരോടൊന്ന് അറിയണ്ടേ. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെ നമുക്കും കിട്ടുന്നുണ്ട്. ഇന്നതിൽ നിന്ന് എടുത്തു കൊടുക്കും. നീ എതിരൊന്നും പറയരുത്, ഞങ്ങൾ തരുന്നതാണ്. ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതുകൊണ്ടോട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തു. നാളെ നിങ്ങൾ പഠിക്കും.